ചില യാത്രകൾ വെറും വഴികളിലല്ല, ജീവിതങ്ങളിലാണ് ചെന്ന് അവസാനിക്കുന്നത്. 2 വർഷം മുമ്പ് ഓസ്ട്രേലിയയിൽ നിന്നും വെറുമൊരു സൂട്ട്കേസുമായി മധുര വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ ലൊറീന സ്റ്റെഫാനി എന്ന വിനോദസഞ്ചാരിയുടെ ജീവിതവും മാറിമറിഞ്ഞത് അങ്ങനെയൊരു യാത്രയിലൂടെയാണ്. തമിഴ്നാടിൻ്റെ കാഴ്ചകൾ കാണാൻ വിളിച്ച ടാക്സിയുടെ സ്റ്റെയറിംഗ് പിടിച്ചിരുന്ന മധുര സ്വദേശിയായ റഫീഖ് എന്ന യുവാവായിരുന്നു മധുരയുടെ തെരുവുകളിലൂടെ നീണ്ട ആ 3 മണിക്കൂർ യാത്രയിൽ തുടങ്ങിയ ആകസ്മികമായ സംഭാഷണം രണ്ട് അപരിചിതർക്കിടയിൽ അവിശ്വസനീയമായൊരു ആത്മബന്ധം സൃഷ്ടിച്ചു. ആദ്യ കാഴ്ചയിൽ തന്നെ മനസ്സുകൾ തമ്മിലുടക്കിയ ആ നിമിഷം പിന്നീട് സിനിമകളെപ്പോലും വെല്ലുന്ന ഒരു പ്രണയകഥയായി വളരുകയായിരുന്നു. ആ ടാക്സി യാത്ര അവസാനിച്ചെങ്കിലും അവർ തമ്മിലുള്ള സൗഹൃദം അവസാനിച്ചില്ല. ഫോൺ വിളികളുടെയും തുടർന്നുള്ള ഒരുമിച്ചുള്ള യാത്രകളുടെയും സൗഹൃദം അതിവേഗം തീവ്ര പ്രണയത്തിലേക്ക് മാറി. ഓസ്ട്രേലിയൻ കത്തോലിക്ക വിശ്വാസിയായ ലൊറീനയും തമിഴ്നാട്ടുകാരനായ മുസ്ലിം യുവാവ് റഫീഖും തങ്ങളുടെ പ്രണയത്തിനു മുന്നിൽ മതമോ ഭാഷയോ ഭൂമിശാസ്ത്രപരമായ അകലങ്ങളോ തടസ്സമാകാൻ അനുവദിച്ചില്ല. സ്വാഭാവികമായും ഇരു കുടുംബങ്ങളിൽ നിന്നും ചോദ്യങ്ങളും എതിർപ്പുകളും ഉയർന്നു വന്നെങ്കിലും ഒന്നിച്ചു ജീവിക്കാനുള്ള തീരുമാനത്തിൽ ഇരുവരും ഉറച്ചു നിന്നു. ഒടുവിൽ ഇന്ത്യയിലെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഇരുവരും നിയമപരമായി വിവാഹിതരായി. വിവാഹശേഷം തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ സന്തോഷത്തിലേക്ക് അവർ കടന്നു. ഒരു കുഞ്ഞിനായുള്ള കാത്തിരിപ്പ്. എന്നാൽ ആ സന്തോഷത്തിനൊപ്പം തന്നെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും ഹൃദയഭേദകമായ മറ്റൊരു ഘട്ടവും ആരംഭിക്കുകയായിരുന്നു. പ്രസവത്തിനായി ലൊറീനയ്ക്ക് ഓസ്ട്രേലിയയിലേക്ക് മടങ്ങേണ്ടി വന്നു. ഭാര്യയ്ക്കൊപ്പം നിൽക്കാൻ റഫീഖ് ഓസ്ട്രേലിയൻ വിസയ്ക്ക് അപേക്ഷിച്ചെങ്കിലും സമയത്തിന് വിസ ലഭിച്ചില്ല. ഓസ്ട്രേലിയയിലെ ആശുപത്രിക്കിടയ്ക്ക് ലൊറീന തങ്ങളുടെ പെൺകുഞ്ഞിന് ജന്മം നൽകുമ്പോൾ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കിപ്പുറം ഇന്ത്യയിലിരുന്ന് ഫോൺ സ്ക്രീനിലേക്ക് നോക്കി കണ്ണീരോടെ കാത്തിരിക്കാൻ മാത്രമേ ആ അച്ഛന് കഴിഞ്ഞുള്ളൂ. സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞിനെ ഒരു നോക്ക് കാണാനും നെഞ്ചോട് ചേർക്കാനും കഴിയാതെ വിങ്ങിപ്പൊട്ടിയ ആ നിമിഷങ്ങൾ റഫീഖിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നോവായി മാറി. ഇന്ന് ലൊറീന ഓസ്ട്രേലിയയിൽ മകൾക്കൊപ്പം, റഫീഖ് ഇന്ത്യയിൽ വിസയ്ക്കായുള്ള കാത്തിരിപ്പിലുമാണ്. രണ്ട് രാജ്യങ്ങളിലായി ചിതറിപ്പോയ ഒരു കുടുംബമായി മാറിയെങ്കിലും ഒരു വിസ നടപടിക്കും തങ്ങളുടെ പ്രണയത്തെ തോൽപ്പിക്കാനാവില്ലെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് ഈ ദമ്പതികൾ. പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പുറത്തുവന്ന ഇവരുടെ അപൂർവ ജീവിതകഥ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ തോതിലാണ് ശ്രദ്ധ നേടുന്നത്. എല്ലാ തടസ്സങ്ങളും നീങ്ങി സ്വന്തം കുഞ്ഞിനെയും ഭാര്യയെയും